അവക്കാഡോയുടെ തൈ കേട്ടോ. ചെറുത് ആയില്ല, ചെറുത് കിളുത്ത് വരുന്നതേ ഉള്ളത്. അടുത്തത് പേര, പർപ്പിൾ പേരയ്ക്കയാണ്. ഇതിൽ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്ത് അടുത്തത് കിളുത്ത് വരുന്നത്. ഇത് നമ്മുടെ റെഡ് ലേഡി പപ്പായ. നല്ല ഹൈറ്റിലായി. ഇപ്പം അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ തീരാറായി. നല്ല താഴെ തൊട്ടേ ഇത് ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഫ്രൂട്ട് ആയിട്ടുമുണ്ട്. ഇത് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഒരു പാളയംതോടൻ പഴമാണ്. അതിലിപ്പോൾ അധികം ആയിട്ടില്ല, കാ വിട്ട് വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊരു പൂവൻ്റെ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ അൽഫോൺസ മാങ്ങ. പക്ഷേ ഇത് പൂക്കും കേട്ടോ, ഇഷ്ടംപോലെ വട്ടം പൂത്തിട്ടുണ്ട്. ചെറുപ്പത്തിലെ കായ്ക്കുന്ന ഒരു ടൈപ്പാണ്. നമ്മൾ കട്ട് ചെയ്ത് വിടത്തേ ഉള്ളൂ. ഇതുവരെ കായ ഉണ്ടാകാനായിട്ട് നമ്മൾ അനുവദിച്ചിട്ടില്ല. ഇതൊരു മുള്ളമ്പഴത്തിൻ്റെ തയ്യ. അധികം വളർന്നില്ല, എന്നാലും ഇത്ര ആയിട്ടേ ഉള്ളൂ. നമ്മൾ റോബസ്റ്റയുടെ കൊലയായിരുന്നു. താഴെ വരെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത് പഴുക്കാൻ അധികം കൊള്ളത്തില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് താഴത്തെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് തോരനും എന്തിനേലുമൊക്കെ എടുത്ത് ബാക്കി നമ്മളൊരു ഇത് നിർത്തിയേക്കുക. പഴുക്കുവോ എത്രത്തോളം വിളയുമെന്നറിയാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത്. ഇതൊരു ഓറഞ്ച്, ചെറിയ ഗ്രീൻ ഓറഞ്ച് ഉണ്ടല്ലോ, നമ്മൾ നാരങ്ങയൊക്കെ പിഴിയുന്ന പോലെ, അങ്ങനെ കുടിക്കാനേ കൊള്ളുള്ളൂ. ഇതിനും ഉണ്ടായിട്ടുണ്ട് ഓറഞ്ച്, നിറയെ ഉണ്ടാവും. ചെറിയ ചെറിയ ഓറഞ്ച് കളറും വെക്കും. തീരെ ചെറുതായിരിക്കുമെന്നേ ഉള്ളൂ, നാരങ്ങയുടെ വലിപ്പമൊക്കെ വെക്കുന്ന അത്രയേ ഉള്ളൂ. ഇനി ഇതൊരു നാടൻ ടൈപ്പ് ഒരു പേരയാണ്. പക്ഷേ നല്ല മധുരമാണ്. ചെറുതാണെങ്കിലും നല്ല മധുരമുള്ള ഒരു ടൈപ്പ് പേരയാണ്. ഇതിലും ഉണ്ടാകുന്നുണ്ട്. പ്രാവശ്യം പിന്നെ പൂത്ത് കഴിഞ്ഞ് ഫ്രൂട്ടൊക്കെ ആയി തീർന്ന്. ഇനി ഇതെല്ലാം നമ്മുടെ വേറൊരെണ്ണം ഇതെല്ലാം ആയിട്ടുണ്ട്. കദളിയാണിത്, മൊത്തം കദളിയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ അമ്പലത്തിലേക്ക് കൊടുക്കും ഇതെല്ലാം. ഇത് ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്. ഇതിന് അത്യാവശ്യം സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ചെറുതിലെ കായ്ക്കുന്നതാണ്. നമ്മൾ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, അടയ്ക്കുന്നില്ല. അപ്പം അടുത്ത ഫ്രൂട്ടാകാൻ സമയമായില്ല. നല്ല മധുരമുള്ള ടൈപ്പ് സ്റ്റാർ ഫ്രൂട്ട്. ഇവനാണ് ഇവിടുത്തെ താരം. നമുക്കിഷ്ടം പോലെ ഡ്രാഗൺ ഫ്രൂട്ട് തന്നിട്ടുണ്ട്. നല്ല പിങ്ക് കളറിലെ നിറയെ ഉണ്ടാവുകയും ചെയ്യും. നിറയെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മളെല്ലാം കട്ട് ചെയ്ത് വിട്ടേക്കുക. അടുത്ത ടൈം ആയില്ല, ഫ്രൂട്ട് ആയില്ല. കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത്
നമുക്ക് മേലോട്ട് പോവാം. നമ്മുടെ വീടിൻ്റെ ടെറസിൽ പോയാൽ നമുക്ക് അത്യാവശ്യം 2-3 എണ്ണത്തിനെ കൂടെ അവിടെ കാണാം. നമ്മുടെ മുന്തിരി പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പം എല്ലാം അടുത്തടുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു മുന്തിരി ബാക്കിയൊക്കെ നമ്മൾ പൊഴിഞ്ഞു പോയി. അതിൽ 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഒരു വട്ടം ഉണ്ടായതേ ഉള്ളൂ. ഇതെല്ലാം കിളുത്ത് വരുന്നതേ ഉള്ളൂ. മുന്തിരി ഇതൊരു നാടൻ പേരയാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പിച്ചാൻ പറ്റും. ഇവിടെ കയ്യെത്തുന്നുണ്ടേ കുറേ ഉണ്ടാവും. ഇതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. അടുത്ത ആള് നമ്മുടെ ഒരു തെങ്ങ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഇവിടുന്ന് തന്നെ നമ്മൾ പിച്ചി എടുക്കുന്നുണ്ട് തേങ്ങ. അധികം ഹൈറ്റ് ഇല്ല, നമുക്ക് ഇത്രയും കറക്റ്റ് പിച്ചാനൊക്കെ പറ്റും. വെയിറ്റ് ആയതുകൊണ്ട് നമ്മളൊരു താങ്ങും എടുത്ത് വെച്ച്. നെല്ലിക്കല്ലത്, അത് വെള്ളയ്ക്ക. നമ്മൾ വെള്ളയ്ക്ക എന്നാണ് ഇവിടെ പറയുന്നത്.